ആദ്യം ടീം എയോടാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. വന്നി സന്തപ്തലോഹസ്ഥാംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളസ്ഥമാം ദർധുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. ആശയം വിശദീകരിച്ചോളൂ. ആധ്യാത്മികതയും ധാർമ്മികതയും ലൗകികതയും സമന്വയിക്കുന്ന ഒരു അത്യപൂർവ ഇതിഹാസകാവ്യമാണ് രാമായണം. ഭക്തിമാർഗത്തിലൂടെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുക എന്നതാണ് എഴുത്തച്ഛൻ രാമായണ രചനയിലൂടെ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ദേവാസുര യുദ്ധസമയത്ത് കൈകേയി ദേവിക്ക് ദശരഥ മഹാരാജാവ് വരം കൊടുത്തതിനാൽ ശ്രീരാമദേവന് 14 വർഷം വനവാസം അനുഷ്ഠിക്കേണ്ടി വന്നു. രാമാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കോപാകുലനായി നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമദേവൻ ജീവിതത്തിൻ്റെ നശ്വരത ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ് സന്ദർഭം. ശ്രീരാമദേവൻ പറയുന്നു, ജീവിതത്തിലുണ്ടാവുന്ന പല സുഖങ്ങളും മിന്നൽ പോലെ ക്ഷണികമാണ്. ചുട്ടുപഴുത്ത ലോഹത്തകിടിൽ വീണ വെള്ളത്തുള്ളി ക്ഷണനേരം കൊണ്ട് ഇല്ലാതാകുന്നത് പോലെ ക്ഷണികമാണ് മർത്യജന്മം. പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലമാകുന്ന സർപ്പത്താൽ വിഴുങ്ങപ്പെട്ട മനുഷ്യർ ചഞ്ചലമായ മനസ്സോടുകൂടി സുഖഭോഗങ്ങൾ തേടുന്നു. ക്ഷണനേരത്തെ ആയുസ് പോലും കൈപ്പിടിയിലില്ലാത്ത മനുഷ്യർ തൻ്റെ പ്രവൃത്തികളും ചിന്തകളും ഇന്ന് സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. സുഖലോലുപതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ ആധുനിക സമൂഹത്തിന് ഒരു തിരിച്ചറിവും കൂടിയാകണം ശ്രീരാമദേവൻ്റെ ഈ വാക്കുകൾ. നന്ദി.